ഹായ് കൂട്ടുകാരെ, നമ്മളിന്നൊരു പുതിയ യാത്രയിലാണ് ഉള്ളത്. ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലുള്ള തട്ടേക്കാട്, കുട്ടമ്പുഴ, ഉരുളൻതണ്ണി, മാമലക്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന് നൈറ്റ് ഒരു സ്റ്റേയും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ യാത്രയിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് പരിചയമുള്ള നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഷിബുക്കുട്ടനും കൂടെയുണ്ട്. ഷിബുക്കുട്ടൻ ഒരു ഫിലിം സ്റ്റാറാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷിബുക്കുട്ടനെ പരിചയമുണ്ട്. ഇന്നത്തെ യാത്ര വളരെ മനോഹരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ തന്നെ ഒരു ചായ കുടിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി ചായ കുടിക്കുക, അതിനുശേഷം തുടർ കാഴ്ചയും വിശേഷവും കാണാം. ആന നമ്മുടെ എറണാകുളം അല്ലേ? എറണാകുളത്തിന് മാങ്കുളത്തിന് 5 മിനിറ്റ് ഉണ്ട്, 3 കിലോമീറ്റർ. ഇത് ഫോറസ്റ്റ് ആണ് കൊണ്ടാല്. നമ്മളങ്ങനെ തട്ടേക്കാട് എത്തിയിട്ട് തട്ടേക്കാട നമ്മളപ്പ വേറെ വഴിക്കുന്ന പോയി നമ്മ ശരിക്കും തട്ടേക്കാട് ബാഡ് അടിക്കണ്ടായിരുന്നു. നമ്മ എന്താ അടിച്ചത്? കോതമംഗലം അടിച്ചതല്ലേ? അല്ല, തട്ടേക്കാട്. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ പറഞ്ഞു തട്ടേക്കാട് അടിച്ചാലാണ്. അവിടെ ചെന്നിട്ട് മൂത്രമൊഴിക്കാൻ ഇപ്പൊ നമ്മള് കാലടി എന്ന് പറഞ്ഞാൽ തന്നെ കാലടി വലിയ സ്ഥലമാണ്. നല്ല സീനറി ആണല്ലോ, ഉൾക്കാടാണ് സീനറിയാണ്. ഇപ്പൊ കറക്റ്റ് അറിയാം, ബേർഡ് സാക്ചറി ഒക്കെ ഫേമസ് ആണല്ലേ? റൂട്ട് അങ്ങനെ പോകണ്ട, റൂട്ട് നേരെ തന്നെ പോകണം. കൊടുങ്കാടാട്ട മാറിയ അതാ ഞങ്ങളുടെ റൂട്ട്. കാട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് വാഴത്തോട്ടോ അതൊക്കെ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നീ റോഡിനെ കൂടെ കിടക്കുമല്ലേ? നമ്മളിപ്പോൾ തട്ടേക്കാട് വന്യജീവി സങ്കേതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞ നിബിഡ വനം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നേരം വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വന്യജീവികളെ കാണാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നുള്ള രീതിയിൽ. നമ്മളും വളരെ ശ്രദ്ധയോടെ കരുതലോടെയാണ് യാത്ര ചെയ്യുന്നത്. ഏതു നിമിഷവും ആനയോ മറ്റു വന്യജീവികളോ കാണാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വളരെ സാവകാശം യാത്ര ചെയ്തേ പറ്റൂ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞങ്ങൾ ഒരു തടാകത്തിൻ്റെ കരയിൽ വണ്ടി നിർത്തി. 2 കാര്യമുണ്ട്. ഒന്ന്, കരുതി വച്ചിരിക്കുന്ന പ്രഭാത ഭക്ഷണം കഴിക്കണം. അതിന് പറ്റിയ ഒരിടമാണെന്ന് തോന്നി. വളരെ മനോഹരമായിട്ടുള്ള ശാന്ത സുന്ദരമായിട്ടുള്ളൊരിടം. പറഞ്ഞിട്ടാ കമ്പനി അത് അവരുടെ പേരാണ് സൈഡിൽ പക്ഷി സങ്കേതം. എങ്ങനെ പോണ്ട്? പാർക്കിംഗ് ആണല്ലേ? ചോദിക്കുന്നത് എങ്ങനെ പോണത്? അതാണ് സ്വാഗതം ചെയ്യുന്നത്. രണ്ട് കുടികളായി അല്ല കാണിച്ചിട്ട്
ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് എന്തിനാണ് കുഴപ്പമില്ല. എംബ്രോയിഡറി മലമുഴക്ക് വരാമെന്നൊക്കെ ഉണ്ട്. ഇവിടെയാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് പ്രവേശിക്കേണ്ട ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അതിനുശേഷം നേരെ പോകുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്കാണ്. ഇവിടെ നിന്നും ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറിയിട്ടാണ് പക്ഷിസങ്കേതത്തിലേക്ക് പ്രവേശിക്കേണ്ട കവാടം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ആനയുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. വന്ന് കയറിയപ്പോൾ തന്നെ ആനപ്പിണ്ടമാണ് കണി. തന്നെയല്ല, 2 സൈഡിലും നമ്മൾ നടക്കുന്ന വനപാതയുടെ 2 സൈഡിലും വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആനയുണ്ട്. പിന്നെ പക്ഷികളെ കാണണമെങ്കിൽ അങ്ങേയറ്റം നിശബ്ദമായിട്ട് വേണം നടക്കാൻ. നമ്മുടെ കാൽപ്പെരുമാറ്റം പോലും കേൾക്കാൻ പാടില്ല, അത്രയും നിശബ്ദമായിരിക്കണം. പക്ഷെ നമ്മുടെ കൂടെയുള്ളവന്മാർ അങ്ങനെ നിശബ്ദമാവുമെന്ന് തോന്നണില്ല. ഞാൻ വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് ശബ്ദമുണ്ടാക്കാതെ നടക്ക്, എന്നാലും എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്. നമുക്ക് നോക്കാം ഏതെങ്കിലും പക്ഷികളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. കാടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം. നമ്മുടെ ഷിബുക്കൂട്ടൻ കട്ട ചുവപ്പാണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നതാണ്. കാരണം നമുക്കറിയില്ലായിരുന്നു തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നമ്മൾ കയറുന്ന കാര്യം നമ്മൾ കൺഫേം അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ പാലിക്കാൻ പറ്റാതെ വന്നത്. അത് നമ്മളുടെ അറിവില്ലായ്മയാണ്. ഇനി അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും.
അച്ഛാ കീട കൂടുണ്ടോ? നമുക്കിവിടെ അധികം പക്ഷികളെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ അറ്റ്മോസ്ഫിയർ അങ്ങേയറ്റം ഡിവൈനാണ്. പിന്നെ ഫ്രഷ് എയർ, വല്ലാത്തൊരു മാനസിക ഉല്ലാസം കിട്ടിയ ഒരു യാത്രയാണിത്. തട്ടേക്കാടുള്ള മറ്റ് ചില വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.